കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചയായ വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഇരയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിയമകാര്യ ലേഖകനും ക്രിമിനൽ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുരേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ അറസ്റ്റ്, പ്രത്യേകിച്ചും ഇയാളെ അർദ്ധരാത്രിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ അറസ്റ്റിൽ പ്രത്യേകിച്ച് മൂന്നാമത്തെ അതിജീവതയാണ് ഇയാൾക്കെതിരെ സമാനമായ പരാതി നൽകുന്നതും. ഇതിൻ്റെ ഒരു ഇവർക്ക് നിയമപരമായി പരിരക്ഷ കിട്ടുമോ? എന്താണ് ഇതിൻ്റെ അവസ്ഥ? അല്ല, നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം അനുസരിച്ച് അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ട്രയലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കോടതിക്കകത്തോട്ട് ഒരു പ്രതി കയറി വന്നാൽ അയാളൊരു നിഷ്പക്ഷനായിട്ടാണ് കോടതി അയാളെ കാണുന്നത്. ഒരു പ്രിസംഷൻ എന്ന് പറയുന്നത് നിഷ്പക്ഷൻ, ഒരു വീരപ്പൻ കോടതിയിലോട്ട് കയറി വന്നാൽ പോലും ഒരു നിരപരാധി കയറി വരുന്നു. ഇത്തരം ഇദ്ദേഹത്തെ ഒരു പ്രതിയാക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യുന്നത് അവിടെ കിട്ടുന്ന സബ്സ്റ്റാൻഷ്യലായിട്ട് അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന എവിഡൻസ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരാൾ കുറ്റവാളിയാണോ ഇല്ലയോ എന്ന് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ അഡ്വേഴ്സറിയൽ സിസ്റ്റത്തിൽ പറയുന്നു. അത് അനുസരിച്ചാണെങ്കിൽ ഒരു റേപ്പ് കേസാണെങ്കിൽ ഇപ്പം നിലവിൽ സുപ്രീം കോടതി തന്നെ പല കേസുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ്, പലപ്പോഴും പരസ്പരം കോൺസെൻഷ്വലായിട്ട് റിലേഷൻഷിപ്പിൽ പരസ്പര സമ്മതത്തോടുകൂടെ അവർ ദീർഘനാൾ സുഹൃത്തുക്കളായിരിക്കും, സെക്ഷൽ റിലേഷൻഷിപ്പിൽ ബന്ധപ്പെട്ടെന്നിരിക്കാം, അതുപോലെ ഇൻ്റർകോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. പിന്നീട് അവരുടെ ടേംസ് തെറ്റുകയും അവർ ഇതിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ട് അത് റേപ്പാണ്, അത്തരം കാര്യങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു രീതി കണ്ടുവരുന്നു. അത് പരിശോധിച്ചിട്ടാണ്, അതിൻ്റെ വെറാസിറ്റി പരിശോധിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് സുപ്രീം കോടതി പരിശോധിച്ച ശേഷമാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കേസുകളിൽ ലോങ് ടേം കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് വിൽ നെവർ കോൺസ്റ്റിറ്റ്യൂട്ട് റേപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിജീവിതയ്ക്ക് ഒരു സാധ്യത എങ്ങനെയാണ് അവർക്ക്? അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. എന്നിരുന്നാലും ഇത്തരം പരാതികൾ വരുമ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക പരിഗണന നമുക്ക് എപ്പോഴും ഈ നിയമത്തിൽ അധിഷ്ഠിതമായല്ലേ കാര്യം, നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണല്ലോ. അപ്പോൾ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളെ കാണാൻ കഴിയൂ. അപ്പം ഇവർ എത്രമാത്രം ഇതിനകത്ത് ഈ എവിഡൻസ് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ, അത് കൊറോബറേറ്റിംഗ് എവിഡൻസ് എന്ന് പറയും, ആ എവിഡൻസ് എത്രമാത്രം ഈ കേസുകളിൽ കണക്റ്റഡായിട്ട് വരുന്നുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ കേസിൽ എന്തെങ്കിലും ഒരു ഔട്ട്കം, അതായത് ഒരു ശിക്ഷ വരും എന്ന് നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ മുൻകൂട്ടി നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത, കാരണം ഇവിടെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ കേസിനെ കുറിച്ച് നമുക്ക് പറയാൻ പാടില്ല. എങ്കിലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെങ്കിൽ കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത്തരം ഈ കേസുകൾ മാക്സിമം പോയാൽ ഒരു അതായത് ഔട്ട്റേജിങ് ദ മൊഡസ്റ്റി. അല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചുള്ള ഇത് മൂന്നാമത്തെ കേസാണ്, സമാന സ്വഭാവമുള്ള കേസുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആളുകൾക്കിടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ. സമാനമുള്ള സ്വഭാവം ഉണ്ടായിരുന്നാൽ പോലും അതിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് കോടതികൾ പരിശോധിക്കുന്നത്. പലപ്പോഴും അത്തരം റിലേഷൻഷിപ്പുകൾ ഉണ്ടെങ്കിൽ ഇത്തരം കേസുകൾ അതിൻ്റെ ഗൗരവത്തിലെടുക്കാൻ കഴിയില്ല. ഒരു ഒരു വൺ ടൈം ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണെങ്കിൽ കോടതികൾ ആ തരത്തിൽ പരിശോധിക്കും. അല്ലാതെ ഈ കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഒഫൻസുകൾ നിൽക്കത്തില്ല എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞു. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 141 അനുസരിച്ച് ലോ ഓഫ് ദ ലാൻഡാണ്, രാജ്യത്തെ നിയമമാണ്. അപ്പം അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും. ഇനി നമുക്ക് മറ്റു കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, ഇയാളെ അയോഗ്യനാക്കാൻ നിയമസഭയുടെ എന്തൊക്കെ ചെയ്യാനുള്ളത്? അതായത് ഈ നിയമസഭയെ സംബന്ധിച്ചുള്ളത് നിയമസഭാ സാമാജികർക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആർട്ടിക്കിൾ 194 ഇവരുടെ സ്പെഷ്യൽ പ്രിവിലേജസ് ഉണ്ട്, അവർക്ക് പ്രത്യേക സവിശേഷമായ അധികാരങ്ങളുണ്ട്. നിയമസഭയ്ക്കകത്ത് അവരെന്ത് പറഞ്ഞാലും അത് ഒഫൻസ് ആകത്തില്ല എന്നാണ് 194 പറയുന്നത്, ആർട്ടിക്കിൾ 194. പക്ഷേ ഇത്തരം ഈ സഭയുടെ അന്തസ്സിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ പുറത്ത് പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി റൂൾസ് ഓഫ് പ്രൊസീജിയർ സെക്ഷൻ റൂൾ 249 അനുസരിച്ച് എത്തിക്സ് കമ്മിറ്റികൾ ഫോം ചെയ്തു.
ഈ എത്തിക്സ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് സ്പീക്കറാണ്. ഈ എത്തിക്സ് കമ്മിറ്റിയിൽ ഈ വിഷയം കൊണ്ടുവരികയും ആ എത്തിക്സ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയായിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു ഫങ്ഷനാണ് എത്തിക്സ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ തെളിവെടുപ്പ് നടക്കുന്നു, വാദിയും പ്രതിയും അവിടെ വരുന്നു. അവർക്ക് ഈ പ്രതിക്ക് ക്രോസ് എക്സാമിനേഷൻ പ്രതി എന്ന് ഉദ്ദേശിക്കുന്ന ഈ സാമാജികൻ എക്സാമിൻ ചെയ്യാനും ഓഡിയോ ആൾട്ടറും പാർട്ടും എല്ലാ നാച്ചുറൽ ജസ്റ്റിസ് അവിടെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാം കേട്ടതിന് ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഈ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് നമ്മളെ സ്പീക്കർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ട് കിട്ടിയ സ്പീക്കർ സഭയുടെ വയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പ്രമേയം കൊണ്ടുവരാം. ഇതിൻ്റെ കണ്ടെത്തൽ ഇതാണെന്ന് പ്രമേയം കൊണ്ടുവന്നിട്ട് സഭയിൽ അവതരിപ്പിച്ച് അത് വോട്ടിനിട്ട് പാസ്സാക്കാം. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ വോട്ടിനിട്ട് പാസ്സാക്കി നിയമസഭയിൽ നിന്നും സാമാജികൻ എന്നുള്ള പദവി നഷ്ടപ്പെടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റും. ഈ ജനപ്രാതിനിധ്യ നിയമം 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ ആണ് ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ ആർട്ടിക്കിൾ 191 പറയുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഡിസ്ക്വാളിഫിക്കേഷൻ സെക്ഷൻ 8 ജനപ്രാതിനിധ്യ നിയമത്തിലെ 8(3) പറയുന്നത്. ആ ഇതിനകത്ത് 2 വർഷത്തിൽ അധികം ഒരു ശിക്ഷ വന്നു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ്, ആ മൊമെൻറ്റിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. കാരണം നമ്മളിപ്പോൾ കണ്ടല്ലോ ആൻ്റണി രാജുവിൻ്റെ കേസ് നമ്മൾ കണ്ട ആ മൊമെൻറ്റിൽ, അതായത് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് സുപ്രീം കോടതി അത് പറഞ്ഞത്. അറ്റ് ദി മൊമെൻറ്റ് കേസിൽ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വന്ന ആ മൊമെൻറ്റിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. അതുപോലെ തന്നെ അപ്പം ഡിസ്ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ 6 വർഷത്തേക്ക് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നും ആ നിയമം അനുശാസിക്കുന്നുണ്ട്, ജനപ്രാതിനിധ്യ നിയമം. അതുപോലെ തന്നെ ഇതിനകത്ത് മോറൽ ടർപ്പിറ്റ്യൂഡ് ഒരു വിഷയമായിട്ട് ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് വരുന്ന അഴിമതി കേസുകൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നീട് മത്സരിക്കാൻ പറ്റും. ഈ 6 വർഷത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ വരും. പക്ഷേ മോറൽ ടർപ്പിറ്റ്യൂഡിൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തി ഈ സാമാജികനെ പുറത്താക്കിയെന്നിരിക്കട്ടെ, അയാൾക്ക് മത്സരിക്കുന്നതിൽ തടസ്സമൊന്നും. അപ്പം ഇനി വന്നാൽ ഇയാൾക്ക് മത്സരിക്കാൻ വേണോ? തീർച്ചയായിട്ടും നമ്മളെ പാർലമെൻറ്റിൽ തന്നെ മെഹുവ മൊയ്ത്രയുടെ കേസിൽ ഒരു ചോദ്യത്തിന് പണം എന്നുള്ള രീതിയിൽ പുറത്താക്കി, എത്തിക്സ് കമ്മിറ്റി പുറത്താക്കി, അവർ വീണ്ടും മത്സരിച്ച് ജയിച്ചു. അപ്പോൾ അത്തരം കേസിൽ മത്സരിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. ഇനി ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം, ഇയാൾ നിയമസഭാ സാമാജികനായി ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ അടുത്ത പ്രാവശ്യം ജയിക്കുമെന്ന് കരുതിക്കൊണ്ടേ അപ്പോൾ ഈ കേസിന് അയാൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറ്റക്കാരനായി ഒന്ന് ഇയാൾ പുറത്താവും. അത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ആ സീറ്റ് 60 ദിവസത്തിൽ കൂടുതൽ ഒരു സീറ്റ് വേക്കൻ്റ് ആയി കഴിഞ്ഞാൽ 190 ആർട്ടിക്കിൾ അനുസരിച്ച് അത് നോട്ടിഫൈ ചെയ്യുകയും അത് ഇലക്ഷൻ കമ്മീഷനെ സ്പീക്കർക്ക് അറിയിക്കുകയും ചെയ്യാം. നമ്മൾ പറഞ്ഞു വരുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റേപ്പ് ഉൾപ്പെടെയുള്ള പണാപകരണം ഉൾപ്പെടെയുള്ള പിന്നെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകളാണ് വന്നിരിക്കുന്നത്. ഗർഭചിത്രത്തിന് പ്രഷറുകൾ, സമ്മർദ്ദം ചെലുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കേസുകളാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പരമാവധി ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒഫൻസ് അലജ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ്വേഴ്സറിയൽ സിസ്റ്റം ഓഫ് ട്രയലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോടതിയിൽ എത്തിയതിന് ശേഷം അവിടെ എത്രമാത്രം തെളിവ് ലഭിക്കുന്നുണ്ടോ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ശിക്ഷ, അതായത് കൊറോബറേറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് വരണം. അതിൽ ശിക്ഷ വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതിനകത്ത് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിസ്ക്വാളിഫൈഡ് ആവും. അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ശിക്ഷിക്കുകയോ ഇല്ലയോ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇയാളുടെ ഒരു ജാമ്യ സാധ്യത എന്ന് പറഞ്ഞാൽ കേസിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് നോക്കിയിട്ടാണ് അതിനകത്ത് ജാമ്യ സാധ്യതകൾ. ഇപ്പോൾ ഹൈക്കോടതി തന്നെ അതിനകത്ത് അറസ്റ്റ് പാടില്ല എന്ന് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ഉള്ളിടത്ത് റേപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് കേസ് ഡയറി പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കോടതിക്ക് മനസ്സിലാകുന്നത്. കേസ് ഡയറിയിലൂടെയാണ് അത് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്കത് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. കാരണം അതിജീവിതയുടെ 164 മൊഴി കാണും.
അതുപോലെ കേസ് ഡയറിയിലുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നോക്കിയതിന് ശേഷം മാത്രമാണ് കോടതികൾ ഇതൊരു അസ്വാഭാവികമായ ഒരു കേസായിട്ട് കണക്കാക്കാൻ പറ്റുന്നില്ല. അസ്വാഭാവികമായിട്ടുള്ള കേസെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇല്ല, ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് അല്ല, ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ മേൽ അയാൾ ആക്രമണം അഴിച്ചുവിട്ടു അല്ലെങ്കിൽ അയാൾ അവരെ ഉപദ്രവിച്ചെന്നല്ലേ പറയാം. അതിനകത്ത് ഇതൊരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് നമുക്ക് ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് നമുക്കിത് എത്തിപ്പെടാൻ അതിന് അനുസരിച്ചുള്ള കോടതി പരിശോധിച്ച എവിഡൻസുകൾ നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ ഇതിൽ എന്താണ് സംഭവിച്ചത്. കേസുകളുടെ ഇതനുസരിച്ച് ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ലേ ഇയാൾ? നേച്ചർ അനുസരിച്ച് ഹാബിച്വൽ ഒഫൻഡർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ഒരു പ്രിമച്വർ സ്റ്റേജാണ്. ഈ പ്രിമച്വർ സ്റ്റേജിൽ പറയാൻ കഴിയില്ല. കാരണം അത് അലിഗേഷൻ ഓഫ് ഫാക്ട്സാണ്. ഈ ഫാക്ട്സുകൾ പ്രൂവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഹാബിച്വൽ ഒഫൻഡർ ആണോ എന്ന് പറയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഇയാൾക്ക് നിലവിൽ എത്തിക്സ് കമ്മിറ്റിയുടെ നിയമം വരുന്നതുവരെ തുടരാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഇയാളെ ഈ സഭയിൽ നിന്ന് പുറത്താക്കിയാലും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ്. അവിടെ ഒരു കോടതിക്ക് കോസി ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ളതാണ്. അപ്പോൾ അവിടെ എവിഡൻസ് എടുക്കും. എവിഡൻസ് എടുത്തതിന് ശേഷം മാത്രമേ അതിനകത്തൊരു ഔട്ട്കം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമുക്ക് മുൻകൂട്ടി ഇത് ഡിസ്ക്വാളിഫൈ ഇനിയിപ്പോൾ ഒരു സഭ ഒരു സമ്മേളനം കൂടെ കാണാൻ സാധ്യതയുണ്ട്. സമ്മേളനം, ആ സമ്മേളനത്തിനകത്ത് ഈ പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കാൻ പറ്റും. പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കുന്നതിന് അത് എത്തിക്സ് കമ്മിറ്റിയും അതുപോലെ സ്പീക്കറുമാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതും. അത് ഈ ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. താങ്ക് യു വെരി മച്ച്.